ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇച്ചിരി അധികം പാടില്ലാത്തയും ഇച്ചിരി പാടുപോലെ തോന്നുന്നൊരു പണിയാണ്. ഞാനിന്ന് മോളിൽ പോയിട്ട് കാണിച്ചു തരാം. അതെ, ഇവിടെ വന്നിട്ട് ഈ ഒരു ഗ്രാസ് ഒക്കെ വെച്ചേക്കുന്നുണ്ടോ, ഇത് ഞാൻ അവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് ഇന്ന്. എന്നിട്ട് ഞാനിതാ ഈ ഒരു സ്ഥലത്ത് ഒരു വാട്ടർ ഫൗണ്ടൈനും കൂടി അങ്ങ് ഉണ്ടാക്കും. അങ്ങനെ ഓരോ എപ്പിസോഡിൽ ഓരോ ചെറിയ ബിൽഡും വലിയ ബിൽഡൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഈ സ്ഥലം മൊത്തം ബിൽഡ് കൊണ്ട് നിറയ്ക്കണം. എന്നിട്ട് ഞാൻ നെതറൈറ്റ് ആർമറിലോട്ടൊക്കെ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ വെക്കാൻ കുറച്ചധികം ഗ്രാസിന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ പോയി എടുക്കണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് സിൽക്ക് ടച്ച് വേണം. എൻ്റെ ഇപ്പോഴത്തുള്ള ഷവലില് സിൽക്ക് ടച്ച് ഇല്ല, കാണിച്ചു തരാം. കണ്ടില്ല. ഈ ഒരു ലൈബ്രറി പുസ്തകം ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഇവിടെ വെച്ച് ഇതിങ്ങ് പൊട്ടിച്ചെടുത്ത് ഒരു സിൽക്ക് ടച്ചും വാങ്ങി ഷവലിലോട്ടും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വാങ്ങിയ സമയത്ത് ഒരു എഫിഷ്യൻസി 1 ഉണ്ടായിരുന്നു. അത് ഞാൻ ഗ്രൈൻഡ് സ്റ്റോണിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞായിരുന്നു. കാരണം അതിനിപ്പോൾ എനിക്ക് ആവശ്യമില്ല. പിന്നെ എനിക്ക് കളയണമെങ്കിൽ ഈ സിൽക്ക് ടച്ചും കൂടി പോകും. ഇനിയിപ്പോൾ ഈ ഗ്രാസ് ബ്ലോക്ക് എവിടെ നിന്ന് എടുക്കുന്നതാണ് നോക്കേണ്ടത്. കാരണം ഇച്ചിരി അധികം വേണ്ടതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥലമാണ് നോക്കുക. ഇവിടെ അങ്ങോട്ട് നോക്കുക. കാരണം ഇവിടെ നിന്ന് അധികം ബിൽഡൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. ഞാൻ ഇവിടെ നിന്നാണ് ഗ്രാസ് ബ്ലോക്ക് വൈൻ ചെയ്യുന്നത്. ഞാൻ കുറച്ചെടുക്കട്ടെ. ഞാനപ്പോൾ കുറച്ചധികം ഗ്രാസ് ബ്ലോക്ക് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് ഇവിടെ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഇവിടെ ഇങ്ങ് പൊട്ടിച്ച് മാറ്റിയൊക്കെ എന്നിട്ട് ഇവിടെയും കൊണ്ടേ വെക്കാം. അതാവുമ്പോൾ ഇച്ചിരിയും കൂടി ഭംഗി വരും. ഇതിൻ്റെ മണ്ടയിൽ കൂടെ വെക്കുമ്പോൾ ഒരു ഹൈറ്റ് ഒക്കെ ഇങ്ങനെ പൊങ്ങിയും തന്നു വരും. കുറച്ച് പേരൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഐഡിയ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എനിക്കൊരു ചലഞ്ചും കൂടി തന്ന് പോയിട്ട് വാർഡനെ കൊല്ലാൻ. അവിടെ ഡ്രാഗൺ ഒരടി പോലും എനിക്ക് നല്ല ടൂൾസ് ആർമറൊന്നും വെച്ചിട്ട് അടിക്കാൻ പറ്റിയില്ല. ഞാൻ അത് അയാളോട് പറയുകയും ചെയ്തായിരുന്നു. ഞാൻ വെറുതെ എന്തിനാ കേവിൻ്റെ അകത്ത് വെറുതെ ജീവിക്കുന്ന വാർഡനെ കൊല്ലാൻ പോകുന്നത്. അതിനെ കൊല്ലാൻ വേണ്ടിയല്ല ഉണ്ടാക്കിയത്. എന്നാലും ഒരു വട്ടം ഞാൻ കൊല്ലും ഈ വീട്ടിൽ തന്നെ. ഞാൻ ഭയങ്കര പാവായോണ്ടെന്നല്ല വാർഡിനെ കുറിച്ച് പറയുന്നത്. കാരണം വാർഡിനെ കൊല്ലാൻ പോയി എൻ്റെ ഈ ആർമറും ടൂൾസൊക്കെ പോകുന്നത് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ എലേറ്റർ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വാർഡിൻ്റെ ചോരയൊക്കെ എൻ്റെ മുഖത്ത് പോലെ തെറിച്ചതാ ക്രിയേറ്റീവിൽ അങ്ങ്. കുറേ സ്പെയർ നെതറൈറ്റ് ആർമറും നെതറൈറ്റ് എലേറ്റർ ഞാൻ എന്താ പറയുന്നത് എലേറ്ററൊക്കെ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും വാർഡനെ കൊല്ലും. ഒരു നാൾ ഞാൻ വാർഡനെ കൊല്ലും. ആ നാൾ എൻ്റെ ആർമറും ടൂൾസ് എല്ലാം പോവും. അത് ഉറപ്പാണ്. അത് കുറേ വട്ടം പോവും. പിന്നെ എൻ്റെ സൈഡിൽ കളിക്കുന്ന ഒരാൾ കറക്റ്റ് വാർഡൻ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഒരു വട്ടം അറിയാണ്ട് വാർഡൻ സ്പോൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ. അന്നേരം ഞാൻ റെക്കോർഡ് ചെയ്യുന്നല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ പറയാനുള്ള കാര്യവും മറന്നുപോയത്. ഇപ്പോൾ ഓർത്താ പറഞ്ഞാണ്. അത് എൻ്റെ സൗണ്ട് കാരണമല്ല. അത് അന്നേരം സ്പോൺ ചെയ്യാൻ നേരം സ്കെൽട്ടന്മാർ എന്നെ അടിക്കുന്ന സൗണ്ട് കേട്ട് സ്പോൺ ചെയ്താണ്. ഞാൻ പറ്റിക്ക് അവിടെ ഓടി. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു എൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കാതെ നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ അത് ഞാൻ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ മരം അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ ഒക്കെ ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഞാൻ വൂളിൻ്റെ ഒക്കെ വെച്ച് ഉണ്ടാക്കിയാൽ സെറ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്തെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്തോട്ട് മാറ്റി ഉണ്ടാക്കും. ഈ ഒരു ബേസ് ഏരിയ എന്നല്ലാണ്ട് ഈ ഒരു ബേസ് ഏരിയക്ക് എന്തായാലും മിഡീവലായിരിക്കണം. പിന്നെ വേറൊരാൾ നല്ല ഐഡിയ പറഞ്ഞു തന്നായിരുന്നു. ഒരു ചെറിയൊരു ഹൗസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബിൽഡാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാപ്പ് വെക്കാൻ. അത് നല്ലൊരു ഐഡിയ. അത് ഞാൻ ചെയ്യണമെന്നുണ്ട്. എനിക്കിപ്പോൾ ആ ഒരു ഐഡിയ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എനിക്ക് മാപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും എല്ലാം കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കുള്ളൂ മാപ്പിലോട്ട് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ ഫസ്റ്റ് തൊട്ടുള്ളപ്പോൾ ആ മാപ്പൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നോക്കാൻ പറ്റില്ല. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല സുധണ്ണൻ്റെ പോലെ. അതപ്പോൾ ഈ ഒരു ബേസ് ഏരിയ കഴിയുമ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതിനു മുമ്പ് എനിക്കൊരു ഐഡിയ കിട്ടി. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ചെറിയൊരു ബേസ് അല്ലെങ്കിൽ ഒരു ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രൊജക്ട് ബോർഡ് വെക്കുക. അപ്പോൾ എനിക്ക് നിങ്ങൾ തരുന്ന ഐഡിയാസ് അതിലോട്ട് എഴുതി വെക്കാം. എനിക്ക് കിട്ടുന്ന ഐഡിയാസ് എഴുതി വെക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഐഡിയാസും കിട്ടില്ല. കിട്ടുന്ന ഐഡിയ മറന്നും പോകും. അതുകൊണ്ട് നല്ല കാര്യമായിരിക്കും. ഈ ഒരു കല്ലൊക്കെയുള്ള സ്ഥലത്ത് എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു മാപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലോട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രൊജക്ട് ബോർഡ്. അപ്പോൾ എല്ലാവരും നല്ല നല്ല ഐഡിയാസ് ഒക്കെ ഈ വീഡിയോയിൽ പറ്റുവാണെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ അതെടുത്ത് എനിക്ക് ആ പ്രൊജക്ട് ബോർഡിലോട്ട് ഇടാം. ഞാൻ ഇടയിട്ടൊക്കെ മൊത്തം ഇവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനിയിപ്പോൾ. ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോൺ മീൽ വെച്ച് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് കുറച്ച് പുല്ലൊക്കെ കൊണ്ടുവരണം. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നെക്കി അവിടെ വലിയ ഗ്രാസിൻ്റെ അതും പൊട്ടിച്ച് കളഞ്ഞ് കുറച്ച് ഗ്രാസ് കുറച്ച് കളഞ്ഞാൽ അപ്പം തന്നെ സെറ്റാവും. പിന്നെ ഫ്ലവേഴ്സ് വേണമെങ്കിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. എൻ്റെ കുറച്ച് വൈൽഡ് ഫ്ലവേഴ്സും പോപ്പിയൊക്കെ ഉണ്ടാക്കുക. ഞാൻ പിന്നെ കൊണ്ടുവരാൻ ഇപ്പോൾ സമയമില്ല. ഇപ്പോൾ ഫൗണ്ടൈൻ ഉണ്ടാക്കി വെക്കണം. ഇത് ഈ ഒരു സൈഡിൽ വെച്ചിട്ടില്ല. ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊക്കെ പൊട്ടിച്ച് കളയാം. ഇത് പൊട്ടിച്ച് കളയണം. വലിയതൊന്നും വേണ്ട. ഇത് പോട്ടെ. ഇതേപോലെ ഈ ഏരിയ മൊത്തം ഞാൻ ഗ്രാസിലോട്ടാക്കും. പിന്നെ എനിക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. എൻ്റെ പ്രൊജക്ട് ബോർഡിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ സ്ഥലത്ത് ചേരുന്ന കുറച്ച് ഐഡിയാസ് ഒക്കെ എൻ്റെ ഐഡിയയിലുണ്ട്. അതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കുറച്ച്
കറക്കി എടുത്തതാണ്. എന്തായാലും അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഏരിയ ഒക്കെ അങ്ങനെ ഞാൻ ബോൺ മെയിൽ ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കി തരാം. റീപ്ലേ മോഡൊന്നുമില്ല, കാരണം ഇതൊരു ചെറിയ ബിൽഡാണ്. ഞാൻ ആദ്യം ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു മിഡീവൽ ടൈപ്പ് ഫൗണ്ടൈൻ ആണെന്ന്. ഇയാളെന്ത് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന തന്റെ പണി ഇവിടെയാണോടോ? തന്നെ ആ മുകളിലെ റെസ്പോൺ ആവണ്ടേ? ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്താ അയൺ ബായിനെ തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശാലമായിട്ട് ഈ ഒരു ബിൽഡിംഗ് കാണിച്ചു തരാം. കണ്ടിത് ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഇങ്ങനത്തെ ഒരു മിഡിൽ സ്റ്റൈൽ എനിക്ക് കിട്ടും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെറുതെ ഇരുന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ സെറ്റായി വന്നതാണിത്. ഇപ്പോഴും ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമന്റ് ഇടണം. ഇതേപോലത്തെ കുറച്ച് ഐഡിയാസും കൂടി എന്റെ മൈൻഡിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ വേൾഡ് പൊളിക്കായിരുന്നു. പിന്നെ അയൺ ഫാം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവിടെ സ്പോൺ ആവില്ല എന്ന് തോന്നുന്നു. അതാകുമ്പോൾ കുഴപ്പമില്ല. എന്തായാലും അടുത്ത എപ്പിസോഡ് ഞാനൊരു പ്രൊജക്ട് ബോർഡ് തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇതിന്റെ മണ്ടയിൽ ഞാൻ ഒരു ഇൻഫിനിറ്റ് വാട്ടർ പൂൾ സോഴ്സ് ആക്കിയിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മൾ മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഈ ഒരു വാട്ടർ ഫൗണ്ടൈനിലോട്ട് എന്റെ കോയിൻ എറിയുന്നത്. അതേപോലെ ഞാൻ ഈ ഒരു പംകിൻ പൈ ഇതെങ്ങനെ എറിയും. ഏക്ക് വിശ്വാസം ഇൻ ബാലിന്റെ ലോകം. പക്ഷെ ഇട്ട പംകിൻ പൈ ഞാൻ തിരിച്ചെടുക്കും. ആ ഒരു പൊട്ടൻ ക്രീപ്പർ വന്നിട്ട് നശിപ്പിച്ചിട്ട് ഞാൻ ഇത് റെഡിയാക്കിയിട്ടില്ല. ഇത് അടുത്ത എപ്പിസോഡിലെങ്കിലും റെഡിയാക്കണം. ഞാൻ മറന്നില്ലെങ്കിൽ എന്തായാലും റെഡിയാക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ ബൈ.